ശാക്തീകരണത്തിന്റെയും ലിംഗസമത്വത്തിന്റെയും ആൾരൂപമായി ഇന്ത്യയിലുടനീളം നിലകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് സ്ത്രീകൾക്കെതിരായ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ പ്രവണത ആർക്കു വേണ്ടിയാണ്? സ്വന്തം പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്നിലധികം സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്ന് ഇര തന്നെ നേരിട്ട് വന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പിന്നീട് ഈ നേതാവിന് സ്തുതിഗീതം പാടിക്കൊണ്ട് സ്ത്രീ സമൂഹത്തെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്ന പാലക്കാട് MP VK ശ്രീകണ്ഠനെ പോലുള്ള നേതാക്കന്മാരെ അടക്കി നിർത്തേണ്ട കാലം കോൺഗ്രസിനുള്ളിൽ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രപരമായി സ്വയം സ്ത്രീകളെ ഉന്നത നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രതിബദ്ധത 2019 അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വ സ്ഥാനങ്ങളിൽ 40% സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് കണ്ടവരാണ് നമ്മൾ. സ്ത്രീ പ്രാതിനിധ്യത്തോടുള്ള ഗണ്യമായ പ്രതിബദ്ധതയെ നടപ്പാക്കണമെന്ന് അവകാശപ്പെട്ടിരുന്ന അതേ കോൺഗ്രസ് ഇന്ന് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിൽ കണ്ണടച്ചു നിൽക്കുന്നത് എന്താണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും സ്ത്രീകളെ രാഷ്ട്രീയത്തിലേക്ക് വളർത്തുന്നതിനും പ്രത്യേകമായി ലക്ഷ്യമിട്ടുള്ള മഹിളാ കോൺഗ്രസ് പോലുള്ള വേദികളും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ലോകം കണ്ട വനിതാ നേതാവായ സാക്ഷാൽ ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കുവനിതയ്ക്ക് ജന്മം കൊടുത്ത അതേ പാർട്ടിയെ ഇന്ന് സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയും അക്രമങ്ങൾക്ക് ഇരയാവുകയും പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പൊതുസമൂഹം വീക്ഷിക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച ഗർഭചിത്രവും സ്ത്രീകൾക്കെതിരായ മോശമായ ലൈംഗിക ചുവയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടി നേതാക്കളോട് ഇര തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടും അവഗണിക്കുകയും ചെയ്തുവെന്ന് ഇര തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ ഷാഡോ മുഖ്യമന്ത്രി അഥവാ പ്രതിപക്ഷ നേതാവ് VD സതീശനെ എന്റെ പിതാവിന് തുല്യനെന്ന് വിശേഷിപ്പിച്ചിരുന്ന പെൺകുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ സ്ത്രീയുടെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്തതെന്ന മുനയിൽ കൊണ്ടുപോയി നിർത്തുന്നു. വാദവും നടപടിയും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് കോൺഗ്രസിന്റെ ഉന്നതമായ പ്രഖ്യാപനങ്ങളും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം തുറന്നുകാട്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് സ്വന്തം അംഗങ്ങൾ ഉൾപ്പെടെ ആരോപണങ്ങൾ നേരിടുമ്പോൾ പാർട്ടിയുടെ ശാക്തീകരണ വാചാടോപത്തിന്റെ ആത്മാർത്ഥതയെ ഇത് ചോദ്യം ചെയ്യും. ഇത്തരം വൈരുദ്ധ്യങ്ങൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ തകർക്കുക മാത്രമല്ല, സ്ത്രീ ശാക്തീകരണം വെറും വാഗ്ദാനം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ബോധമുള്ള സമൂഹമാണ് കേരളത്തിലെ ജനങ്ങൾ. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനും അവരുടെ നേതൃത്വത്തെ പരിപോഷിപ്പിക്കുന്നതിനും അവർക്കെതിരെ തെറ്റു സംഭവിക്കുമ്പോൾ നിർണായകമായി പ്രവർത്തിക്കുന്നതിനുമുള്ള കോൺഗ്രസിന്റെ പ്രതിബദ്ധതയെ സംശയത്തോടെ അല്ലാതെ കാണാൻ പറ്റില്ല. അതിനർത്ഥം പാർട്ടിയിലെ ശക്തരായ ലോബികൾക്ക് പാർട്ടിയിൽ എന്തും ചെയ്യാമെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദങ്ങൾ എന്നും ഈ പാർട്ടിയിലെ ലോബികൾക്ക് കീഴിലായിരിക്കുമെന്നും ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാകുന്നു. സതീശന്റെ എന്റെ അച്ഛന് തുല്യൻ എന്ന് പരാമർശിക്കുന്നതിലൂടെ തന്റെ ദുരിതപൂർണമായ അനുഭവങ്ങൾ നേരിടുമ്പോൾ അതിന് സംരക്ഷണപരവും പിന്തുണയും എന്നുള്ള വിശ്വാസത്തോടെയാണ്. പ്രതിപക്ഷ നേതാവിൽ അവർ അർപ്പിച്ച ആഴമായ വിശ്വാസവും ബഹുമാനവും ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ നിരവധി തവണ VD സതീശനോട് തുറന്നു പറഞ്ഞിട്ടും സതീശനെ ഒരു പിതാവുമായി താരതമ്യം ചെയ്തതും വെറും പ്രതീകാത്മകമായിരുന്നില്ല. ഒരു മകൾ ഒരു പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ തന്റെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു രക്ഷാധികാരിയും സംരക്ഷകരും എന്ന നിലയിലുള്ള അവരുടെ വിശ്വാസത്തെ കൂടിയാണ്. എന്നാൽ ആവശ്യമായ പിന്തുണയും നടപടിയും നൽകുന്നതിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിലും കാലതാമസം വന്നതും എന്തിനായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ കേരള സമൂഹത്തോട് പറയേണ്ടതുണ്ട്.